പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയെ ഇന്നലെ ബി.ജെ.പി. പ്രവർത്തകർ തടഞ്ഞു എന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ ബി.ജെ.പി. കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രമേശ് പിഷാരടിയെയും സംഘത്തെയും തടഞ്ഞത്. വോട്ടർമാരെ കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ബി.ജെ.പി. പ്രവർത്തകർ തങ്ങളെ തടയുകയായിരുന്നുവെന്ന് യു.ഡി.എഫ് പരാതിപ്പെട്ടു. പാലക്കാട് നഗരസഭ 51-ാം വാർഡിൽ ഉൾപ്പെട്ട വടക്കന്തറയിലാണ് ഈ സംഭവം ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഇവിടേക്ക് പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് യു.ഡി.എഫ് പ്രവർത്തകരെ കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ളവർ തടഞ്ഞത്. അതോടെ സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തു. ഒടുവിൽ രമേശ് പിഷാരടിയും സംഘവും അവിടെ നിന്നും തിരികെ പോവുകയായിരുന്നു. പാലക്കാട് ടൗൺ സൗത്തിലും ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. എതിർ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ പോലും വെക്കാൻ അനുവദിക്കാത്ത ഇടങ്ങളാണ് മുത്താന്തറ, വടക്കന്തറ പോലുള്ള സ്ഥലങ്ങൾ എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. 2016-ൽ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോഴും സമാനമായ രീതിയിൽ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ പര്യടനത്തിനിടെ ബി.ജെ.പി. പ്രവർത്തകർ തടഞ്ഞ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ പിന്തുണച്ചുകൊണ്ട് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എൻ.എം.ആർ റസാഖ് രംഗത്ത് വന്നിട്ടുണ്ട്. പാലക്കാട് ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണ സംഭവിക്കാറില്ലെന്നും വോട്ട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്നും എൻ.എം.ആർ റസാഖ് അഭിപ്രായപ്പെട്ടു. വിദ്വേഷവും വെറുപ്പും മറ്റുള്ള അണികളിൽ പ്രയാസം ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്താൽ ഈ നാടിനെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ലെന്നും റസാഖ് പറയുന്നു. പാലക്കാട് നഗരത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് പര്യടനത്തിന് പോയ സമയത്ത് വേറൊരു പാർട്ടിയിൽപ്പെട്ടവർ തടയുകയും അദ്ദേഹത്തെ തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പാലക്കാടിന്റെ മണ്ണിൽ ഇമാതിരിയൊന്നും നടക്കാറില്ല. പാലക്കാട്ടുകാരുടെ മനസ്സ് അങ്ങനെയുള്ളതല്ല. വിവിധ പാർട്ടികളിൽപ്പെട്ട എല്ലാവരും ഇമാതിരിയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഒരാൾ നമ്മുടെ പ്രദേശത്ത് വന്ന് വോട്ട് ചോദിച്ചു പോകുമ്പോൾ കൂടെ ഇരിക്കുന്ന ആളുകളുടെ ആദർശം മാറിപ്പോകില്ല. വോട്ട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അവർ എല്ലാ സ്ഥലത്തും വന്ന് വോട്ട് ചോദിക്കട്ടെ. വിദ്വേഷവും വെറുപ്പും മറ്റുള്ള അണികളിൽ പ്രയാസം ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്താൽ നാടിനെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ഇതൊക്കെ ഒഴിവാക്കണം. പാലക്കാട്ടുകാർ എല്ലാവരും ഒന്നാണ്. പ്രിയപ്പെട്ടവർ മാറി നിൽക്കണം എന്നും എൻ.എം.ആർ റസാഖ് പറഞ്ഞു. ഈ സംഭവത്തെ ശക്തമായി അപലപിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തയ്യാറാവാതെ ഇരുന്നപ്പോഴും ജനാധിപത്യ മര്യാദയുള്ള ഒരു നേതാവിന്റെ വാക്കുകളാണ് റസാഖിൽ നിന്നും കേട്ടത്. ബി.ജെ.പി. കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ബി.ജെ.പി. പ്രവർത്തകരായിരുന്നു രമേശ് പിഷാരടിയെയും സംഘത്തെയും ഇന്നലെ വൈകിട്ട് തടഞ്ഞത്. അതോടെ യു.ഡി.എഫ് പ്രവർത്തകരും ബി.ജെ.പി. പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ബി.ജെ.പി. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോദിക്കരുതെന്ന് പറഞ്ഞാണ് സ്ഥാനാർത്ഥിയെ തടഞ്ഞതെന്ന് യു.ഡി.എഫ് ക്യാമ്പ് ആരോപിക്കുന്നു. പാലക്കാട് നഗരസഭയുടെ ഭരണം ഉണ്ടെന്നതുകൊണ്ടാണോ ഈ തിണ്ണമെടുക്ക് ബി.ജെ.പി. കാണിക്കുന്നത് എന്നറിയില്ല. അല്ലാതെ പാലക്കാട് ഒരു ആധിപത്യം ബി.ജെ.പിക്ക് ഉണ്ടെന്നും തോന്നുന്നില്ല. അവസാനം 3 നിയമസഭാ ഇലക്ഷനുകളിലും ബി.ജെ.പി. ഇവിടെ റണ്ണറപ്പായിരുന്നു. ശ്രീധരൻ ഷാഫിക്കെതിരെ മത്സരിച്ചപ്പോൾ നേടിയ 35.34 ഇവരുടെ ഏറ്റവും വലിയ വോട്ട് വിഹിതം. 53 അംഗങ്ങളുള്ള നഗരസഭയിൽ 25 സീറ്റാണ് ബി.ജെ.പി. നേടിയത്. 18ഉം 10ഉം സീറ്റുകൾ വീതം നേടിയ യു.ഡി.എഫും എൽ.ഡി.എഫും പുറകെയുണ്ട്. കേന്ദ്രത്തിൽ ബി.ജെ.പിക്കെതിരെയുള്ള സഖ്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പാലക്കാട് നഗരസഭ ബി.ജെ.പി. ഭരിക്കില്ലായിരുന്നു. അങ്ങനെ ഭരണം കിട്ടിയവരാണ് ഒരു ജനാധിപത്യ ഇലക്ഷനിൽ വോട്ട് ചോദിക്കാൻ വരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തടയുന്നത്. കേരളത്തിൽ ഒരൊറ്റ എം.എൽ.എ. പോലും ഇല്ലാത്ത പാർട്ടി ആണെന്നതും ഓർക്കണം. ഇക്കണക്കിന് ഭാവിയിൽ എൻ.ഡി.എ. മുന്നണി കേരളത്തിൽ ഭരണം പിടിച്ചാൽ ഇവിടെ മറ്റുള്ള പാർട്ടികൾക്ക് ഇലക്ഷൻ പ്രചാരണം നടത്താനോ വോട്ട് ചോദിക്കാൻ പോലുമോ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം.